നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് എത്രത്തോളമാണ് സ്നേഹിച്ചിരുന്നത് എന്നതിന് ഒരു ചരിത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയപ്പോൾ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ആ സമയത്ത് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ വീടിൻ്റെ മുകളിൽ താമസിച്ചു കൊള്ളുക നബിയെ. ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മുകളിൽ താമസിക്കുക? അതൊരു മര്യാദകേടല്ലേ എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്കും എന്നെ സന്ദർശിക്കാൻ വരുന്നവർക്കും അടിയിലെ നിലയാണ് ഏറ്റവും സൗകര്യപ്രദം. അങ്ങനെ അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താഴെ തട്ടിലും അവർ മുകളിലത്തെ തട്ടിലും ജീവിക്കാൻ തുടങ്ങി. അയ്യൂബ് റളിയല്ലാഹു അൻഹു നിരന്തരമായി ചിന്തിക്കുമായിരുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലക്ക് മുകളിലൂടെ ചവിട്ടി നടക്കുകയോ ഒരിക്കലും അത് പാടില്ല. അങ്ങനെ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവും കുടുംബവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുകളിലൂടെയുള്ള നടത്തവും താമസവും ഒഴിവാക്കി. അങ്ങനെ ഒരു മൂലയിൽ മാത്രം ഒതുങ്ങിക്കൂടി അവർ ജീവിക്കാൻ തുടങ്ങി. ആ മുകളിലെ നിലയിൽ ഒരു മൂലയിൽ മാത്രം അവർ ജീവിച്ചു തുടങ്ങി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതവർക്ക് അസഹനീയമായി അനുഭവപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂ അയ്യൂബ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, താങ്കൾ മുകളിലേക്ക് താമസം മാറ്റിയാലോ? എനിക്ക് ഇങ്ങനെ താമസിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ബഹുമാന പുരസരമുള്ള നിർബന്ധത്തിന് വഴങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസം മുകളിലേക്ക് മാറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണ് സ്വഹാബത്ത് സ്നേഹിച്ചത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ചരിത്രം.